ഹദീസിന്റെ ആധികാരികത എന്ന വിഷയത്തിൽ ഒരല്പസമയം നിങ്ങളോട് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൗലിക പ്രമാണങ്ങളായിട്ട് അവർക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പരിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് തിരുസുന്നത്ത് അഥവാ ഹദീസ് എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അതാണ് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ അനുചരന്മാർ ചെയ്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരസിക്കുകയോ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്തില്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം ദീക്ഷിച്ചു, അല്ലെങ്കിൽ പുഞ്ചിരി തൂകി അതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അങ്ങനെയുള്ള മൗന സമ്മതങ്ങൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബിമാർ ഇന്നതൊക്കെ ചെയ്യാറുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുകയും അത് അറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേക്കുറിച്ച് പ്രത്യേകിച്ച് എതിർക്കുകയോ ആക്ഷേപിക്കുകയോ അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. സുന്നത്തിന്റെ വിവക്ഷയിൽ, അതുപോലെ തന്നെ ഹദീസിന്റെ വിവക്ഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് സഹാബിമാര് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയാന്വിതനായിരുന്നു, പുഞ്ചിരി തൂകുന്ന പ്രകൃതിയായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപരമായ സ്വഭാവ പ്രത്യേകതകൾ, അവിടുത്തെ ഈ നിറമായിരുന്നു, അവിടുത്തെ തലമുടി ഇങ്ങനെയായിരുന്നു, താടി ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുമേനിയെ വർണ്ണിക്കുന്നതും വിശേഷിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ, ഇതൊക്കെ ഹദീസ് എന്ന സമഗ്രമായ അർത്ഥത്തിൽ അതൊക്കെ ഉൾപ്പെടുന്നു. പറയുന്നത് സഹാബിമാരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ അതിന് ഹദീസ്, സുന്നത്ത് എന്ന പരിഗണന ലഭിക്കുന്നു. ചുരുക്കത്തിൽ മാ വറദ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ മാ സബത്ത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട, അവിടുന്ന് വന്ന, മാ ഉളീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട അവിടുത്തേക്ക് ചേർക്കപ്പെടുന്ന ഖൗല്, ഫിഅല്, തഖ്രീർ, സിഫത്ത്, ഖുലുഖിയത്തൻ കാനത്ത് ഖൽഖിയ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, സുന്നത്ത്, ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ, ദൈനംദിന ജീവിതത്തിന്റെ, വ്യക്തിജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ തുടങ്ങിയ എല്ലാ മേഖലകളിലും നിയമം ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ അതിനൊക്കെ നിയമങ്ങൾ ആവശ്യമാണല്ലോ, ആ നിയമത്തിന്റെയൊക്കെ ആധാരം, മൗലിക പ്രമാണം, സ്രോതസ്, അതിന്റെ അടിസ്ഥാനം ഖുർആനും ഈ ഹദീസുമാണ് അഥവാ സുന്നത്തുമാണ്. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും എതിർക്കാൻ പറ്റാത്തവണ്ണം, ആക്ഷേപിക്കാൻ പറ്റാത്തവണ്ണം, അത്ര കണ്ട് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത വന്നിട്ടുള്ള, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു പ്രമാണമാണ്. എന്നാൽ ഹദീസുകളെ സംബന്ധിച്ച് പൊതുവെ മുസ്ലിങ്ങൾക്ക് അതിൽ സംശയമൊന്നുമില്ലെങ്കിലും ചില ആളുകൾ അതിൽ സംശയമുണ്ടാക്കുവാൻ വേണ്ടി ദുരൂഹതകൾ സൃഷ്ടിച്ചുകൊണ്ട്, പല ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട്, പല സംശയങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഹദീസുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുകയും അതിന്റെ ആധികാരികത സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുകയും മുസ്ലിം സാമാന്യ ജനത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിനെ തന്നെ സംശയത്തിന്റെ മുനയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് അവർക്ക് നേർക്കുനേരെ സാധിക്കുകയില്ല. മുസ്ലിം പേരുള്ള ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിം പേരോടുകൂടി മുനാഫിക്കുകളായി കഴിഞ്ഞുകൂടുന്ന വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഉണ്ടായിരുന്നു. അത് എല്ലാ കാലത്തും ഉണ്ടാവുകയും പരിശുദ്ധ ഖുർആൻ അവരെയാണ് കാര്യമായിട്ട് കൈകാര്യം ചെയ്ത ഒരു വിഭാഗം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു.
വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. അവരെ എല്ലാവരെയും പറ്റിക്കുകയാണ് എന്നാണ് അവരെ വിചാരം. യഥാർത്ഥത്തിൽ അവരെ തന്നെ പറ്റിക്കുകയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഏതായിരുന്നാലും നമ്മുടെ വിഷയം ഒരു ഹദീസ് അതിന്റെ ആധികാരികത എങ്ങനെയാണ്, നിലവിലുള്ള മുസ്ലിങ്ങളുടെ പ്രമാണമായ ഈ ഹദീസിന്റെ ആധികാരികത എത്രത്തോളമുണ്ട്, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞുപോയ സംഭവങ്ങൾക്കാണ് ചരിത്രം എന്ന് പറയുക. ലോകത്ത് എല്ലാ മനുഷ്യരും, അത് ദൈവവിശ്വാസം ഒട്ടുമില്ലാത്ത നാസ്തികരും നിരീശ്വരവാദികളും മുതൽ പൂർണ്ണ ദൈവവിശ്വാസികളായ മതവിശ്വാസികളൊക്കെ ഉൾപ്പെടുന്ന എല്ലാവരും ചരിത്രത്തെ അംഗീകരിക്കുന്നവരാണ്. ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് ഉള്ള ഒരു സ്വഭാവം ബുദ്ധിയുള്ള ഒരാൾക്ക് നടക്കുന്ന കാര്യം, ആളുകളുടെ ഇടയിൽ ചെലവാകുന്ന കാര്യമല്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ അതൊട്ട് അംഗീകരിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ചരിത്രം എന്നത് ഒരു രേഖയായി, ഒരു അടിസ്ഥാനമായിട്ട് മാനവരാശി കാണുന്ന ഒരു കാര്യമാണ്. പലരുടെയും ചരിത്രം 2000-ഉം 3000-ഉം അതിലപ്പുറം പഴക്കമുള്ളതാണെങ്കിലും ഒരു ചരിത്ര വസ്തുതയായി ആളുകൾ മനസ്സിലാക്കുന്നു. അരിസ്റ്റോട്ടലിനെ പറ്റി, പ്ലാറ്റോയെ പറ്റി എന്ന് തുടങ്ങിയ വലിയ തത്വചിന്തകന്മാരും ഫിലോസഫേഴ്സും ഒക്കെ ആയ ആളുകളെ സംബന്ധിച്ച് അവരുടെയൊക്കെ ചരിത്രമൊക്കെ ലോകം പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. കോളേജുകളിലും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഗവേഷകന്മാർക്കൊക്കെ പഠന വിഷയമാകുന്നു. അവരൊക്കെ അത് അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ബാബിലോണിയൻ സംസ്കാരം, നൈൽ നദീതട സംസ്കാരം, ഇങ്ങനെ കുറെ നാഗരികതകളും സംസ്കാരങ്ങളും ഇന്ത്യ രാജ്യത്ത്, അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ആധുനിക ചരിത്രവും, ഗാന്ധിജിയുടെ ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം, ടിപ്പു സുൽത്താന്റെ ചരിത്രം, ഇങ്ങനെ തുടങ്ങി ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന മനുഷ്യ ലോകം, അവരുടെ സ്വന്തം നാട്ടിലുള്ളതും മറ്റുമൊക്കെ ചരിത്രങ്ങൾ. ഈ ചരിത്രം വിശ്വസിക്കുവാൻ, അത് യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്, ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുവാൻ മാനവ രാശി, മനുഷ്യ ലോകം സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏത് ചരിത്രവും സ്വീകരിക്കാൻ നിർവാഹമില്ല, ഏത് വാർത്തയും സ്വീകരിക്കാൻ നിർവാഹമില്ലാത്തതുപോലെ തന്നെ എത്ര ദിനപത്രങ്ങളിൽ പല വാർത്തകളും വരുന്നുണ്ട്, എത്ര TV ചാനലുകളിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ വരുന്ന വാർത്തകളൊന്നും ഇന്ന് നടക്കുന്ന വർത്തമാനകാല സംഭവ വികാസങ്ങളായിട്ട് പോലും വ്യത്യസ്തമായ വാർത്തകളാണ്. ഒരേ സംഭവത്തെ സംബന്ധിച്ച് വ്യത്യസ്ത ശൈലിയിലും വ്യത്യസ്ത രൂപത്തിലുമാണ് വാർത്തകൾ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതും എഴുതി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതൊക്കെയാണ് സ്വീകാര്യയോഗ്യമായത്, ഏതാണ് വിശ്വാസയോഗ്യമായത് എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ, അങ്ങനെയാണ് പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, സ്വീകരിക്കുന്നത്. ഇതുപോലെ തന്നെ ചരിത്രത്തിനുമുണ്ട്. എഴുതപ്പെട്ടത് മുഴുവൻ ചരിത്രമല്ല, ഉദ്ധരിക്കപ്പെടുന്നത് മുഴുവൻ യാഥാർത്ഥ്യമല്ല എന്നത് പൊതുവെ എന്നാൽ ചിലത് യാഥാർത്ഥ്യമാണ്, അനിഷേധ്യമാണ്, സ്വീകരിച്ചേ മതിയാവൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരു സംഭവവും ഒരു ചരിത്രവും സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് ചില മാനദണ്ഡങ്ങൾ ലോകം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കുവാൻ. ഈ അംഗീകരിച്ച മാനദണ്ഡങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രമാകട്ടെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമാകട്ടെ, ഇതേ സംബന്ധിച്ചൊക്കെ ആളുകൾ പഠിക്കുന്നതും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ കേവലം ഒരേ ഒരു ചരിത്രകാരൻ എഴുതി വെച്ച ചില കാര്യങ്ങൾ മാത്രം അവലംബിച്ചുകൊണ്ടായിരിക്കും. ഏറി വന്നാൽ 1-2 ആളുകൾ. ആ എഴുതി വെച്ച ചരിത്രകാരനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, നമ്മൾ കേൾക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം, ഈ എഴുതി വെച്ച ആളുകളുടെ ജീവചരിത്രം, ചരിത്രകാരന്മാരുടെ കുടുംബജീവിതവും അവരുടെ സ്വഭാവ അവരുടെ ജനനവും അവരുടെ മരണവും അവരുടെ ഗുരുക്കന്മാരും അവരുടെ ശിഷ്യന്മാരും ഇതിനെ സംബന്ധിച്ചൊന്നും എത്ര ആൾക്ക് അറിയാം? മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ ചരിത്രകാരന്മാർ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം രേഖപ്പെടുത്തിയ അതിൽ ചരിത്ര രചന നടത്തിയിട്ടുള്ള ചരിത്രകാരന്മാർ, അവരുടെ ജീവചരിത്രം എത്ര പേർക്കറിയാം?
ഈ ചരിത്രം രേഖപ്പെടുത്തിയവരുടെ ജീവചരിത്രം എത്ര പേർക്കറിയാം? അതൊക്കെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും വിശ്വസിക്കുവാനും പറ്റുന്ന ചരിത്ര രേഖകൾ നിലവിലുണ്ടോ? ഇതൊക്കെ ഒരു ചോദ്യമാണല്ലോ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെയാണ് മനുഷ്യലോകം അത്ഭുതപ്പെടുന്ന രൂപത്തിൽ, അതിശയിക്കുന്ന രൂപത്തിൽ, വിസ്മയിച്ചു പോകുന്ന രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട, ആ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട രൂപവും അതിന്റെ സ്വഭാവവും, ആ ചരിത്രത്തിലെ നെല്ലും പതിരും വേർതിരിക്കുവാൻ വേണ്ടി മുസ്ലിം ലോകം ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മാപിനികൾ, മാനദണ്ഡങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ലോകത്ത് ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത ആധികാരികത പ്രവാചക ചരിത്രവുമായി, പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, പ്രവാചകന്റെ ചര്യയുമായി ബന്ധപ്പെട്ട്, പ്രവാചകന്റെ വാക്കുകളും പ്രവൃത്തികളും ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മുഹമ്മദ് നബിയാണോ, പ്രവാചകനാണോ, ദൈവത്തിന്റെ നിയോഗിത പ്രവാചകനാണോ എന്ന കാര്യത്തിൽ ഒരു പക്ഷേ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ചോദ്യം ചെയ്യാനും സംശയിക്കാനും ഒക്കെ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിനൊരു വകുപ്പുണ്ട് എന്ന് വിചാരിക്കും. അദ്ദേഹം മുഹമ്മദിനെ വിശ്വസിക്കുന്നില്ല, അള്ളാഹുൽ തന്നെ വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഒരു ചരിത്ര പുരുഷൻ എന്നുള്ള അർത്ഥത്തിൽ, ഒരു ചരിത്ര രേഖ എന്നുള്ള അർത്ഥത്തിൽ, ഒരു ചരിത്ര യാഥാർത്ഥ്യം എന്നുള്ള അർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ വാമൊഴികളും അദ്ദേഹത്തിന്റെ ചര്യകളും ദിനചര്യകളും സാമൂഹ്യ രാഷ്ട്രീയ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത് നിഷേധിക്കുവാൻ, വസ്തുനിഷ്ഠമായി നിഷേധിക്കുവാൻ, ചരിത്രം സ്വീകരിക്കാൻ ഒരാൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സാധിക്കുകയില്ല. ഒന്നുകിൽ അദ്ദേഹം ഒരു ചരിത്രവും വിശ്വസിക്കാത്തവനായി മാറണം, അല്ലെങ്കിൽ അയാൾ ഒന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശ്വസിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇസ്ലാമിക ലോകം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുഹമ്മദ് നബിയുടേതാണ് എന്ന്, നബിയിലേക്ക് ബന്ധപ്പെടുന്നതാണ് എന്ന് പറയപ്പെടുന്ന, ഉദ്ധരിക്കപ്പെടുന്ന ഉദ്ധരണികൾ, റിപ്പോർട്ടുകൾ, നിവേദനങ്ങൾ സ്വീകരിക്കുവാൻ പാലിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു ഉദാഹരണം മാത്രം നമ്മൾ പറയാം. ഒരു ഉദാഹരണം, ഇമാം മാലിക്, അദ്ദേഹം ഇമാം മാലിക് ജനിക്കുന്നത് ഉലിദൽ ഇമാമു മാലിക് ജനിക്കുന്നത് ഹിജ്റ 93-ലാണ്. ഹിജ്റ 93-ലാണ് ജനിക്കുന്നത്, ക്രിസ്താബ്ദം 711. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 179-ലാണ്, ക്രിസ്താബ്ദം 795. അപ്പൊ ഹിജ്റ 93-ലാണ് ഇമാം മാലിക് ജനിക്കുന്നത്. ഹിജ്റ 94-ലാണ് നബിയുടെ അനുചരൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. അപ്പോൾ അതായത് ഇന്ന് എഴുതപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട നിവേദനങ്ങൾ നബിയുടേതാണ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തപ്പെട്ട പഴയ, ഏറ്റവും പഴയത് എന്ന് നമുക്ക് അതിനേക്കാൾ മുമ്പുള്ളതൊക്കെ ഉണ്ട്. ഹദീസുകൾ ഉദ്ധരിക്കുന്ന, ഹദീസുകൾ നിവേദനം ചെയ്യുന്ന, ഹദീസുകൾ നമുക്ക് എത്തിച്ചെന്ന മക്തൂബായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇമാം മാലിക്കിന്റെ അൽ മുവത്ത എന്ന് പറയുന്നത്. ധാരാളം ഹദീസുകൾ ആ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ ഇമാം മാലിക് ജനിക്കുന്നത് ഹിജ്റ 93-ൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷം പരിചാരകനായി തിരുമേനിയുടെ വീട്ടിൽ കഴിഞ്ഞ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 94-ൽ. ഒരു വർഷത്തിന്റെ ഗ്യാപ്പേ ഉള്ളൂ. നബിയെ കണ്ട, നബിയോടൊപ്പം ജീവിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശിഷ്യൻ, ഒരു പരിചാരകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതും, ഹദീസ് ഇപ്പോൾ നമുക്ക്, അതിനു മുമ്പ് തന്നെ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. അത് വിശദമായി പറയുകയാണെങ്കിൽ ഒരുപാട് സമയങ്ങൾ വേണം, ഈ സമയം മതിയാവുകയില്ല. ഇമാം മാലിക് ജനിക്കുന്നത് ഹിജ്റ 93-ൽ. അതവിടെ ഇരിക്കട്ടെ. ഏതായിരുന്ന ഇമാം മാലിക്കിന്റെ മുവത്തയിൽ ഒരു ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഖാല മാലിക്,
മുവത്തയിൽ ഇമാം മാലിക്കിന്റെ ഒരു വാക്ക് അൻ നാഫിഇൻ. നാഫിഅ എന്ന് പറഞ്ഞാൽ ഇമാം മാലിക്കിന്റെ ഗുരുവാണ്. അദ്ദേഹം താബിഈ ആണ്, എന്ന് വെച്ചാൽ സഹാബിയുടെ ശിഷ്യൻ. ആരാണ് ഈ നാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു? ഇബ്നു ഉമറാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനും പ്രഗത്ഭ പണ്ഡിതനുമായിരുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യൻ ഇബ്നു ഉമർ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ആര്? നാഫിഅ. നാഫിഇന്റെ ശിഷ്യനാണ് ഇമാം മാലിക്. അപ്പൊ ഇമാം മാലിക് പറയാണ്, എന്നോട് എനിക്ക് നാഫിയിൽ നിന്ന് ഞാൻ കേട്ടത്, ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് ലഭിച്ചത്, നാഫിന് ലഭിച്ചത് ഇബ്നു ഉമറിൽ നിന്ന് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അനിൻ നജശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജശ് വിലക്കി. നജശി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ചന്തയിൽ പോയിട്ട് ഒരാൾ സാധനം വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ ചെന്ന് സാധനം വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മീൻ മാർക്കറ്റ് ചെന്ന് മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മത്സ്യം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ ഒരാള് ഇതിനത്ര ഈ മത്സ്യം, ചിലപ്പോൾ ചില കച്ചവടക്കാർ തോന്നുന്ന വില പറയുമല്ലോ. അപ്പോ 200 രൂപയുടെ മത്സ്യം അയാള് 250 രൂപ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോ 200 രൂപയാണ് എല്ലാടെയും ഉള്ളത്, ഇദ്ദേഹം 250 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേയാള് പറയാണ്, ഞാൻ 240 രൂപ തരാം. തൊട്ടടുത്തുള്ള ഒരാൾ, അവിടെ ഉള്ള ഒരാൾ, ഞാൻ 240 റുപ്യ തരാം എന്ന് പറയാം. ഇല്ല, 240 തരൂല. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്ന എന്തിനാ? 240 തരാം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വാങ്ങിക്കാനല്ല. ഈ മീൻ വാങ്ങാൻ വന്ന, മത്സ്യം വാങ്ങാൻ വന്ന ആൾക്ക് ഈ മത്സ്യം അയാളെ കൊണ്ട് വാങ്ങിപ്പിക്കണം. ഒരു 240 എന്നെങ്കിലും നന്ന ചുരുങ്ങി അയാളടുത്തുനിന്ന് വാങ്ങാൻ വേണ്ടി മറ്റേയാളെ ഏർപ്പാടാക്കിയ, നീ വില അങ്ങനെ കൂട്ടി പറയണം. അങ്ങനെ വാങ്ങാൻ ഉദ്ദേശിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് വലിയ വിലക്ക് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് ഒരാളെ കൊണ്ട് ഒരു കച്ചവടക്കാരൻ ചെയ്യുന്ന വില കൂട്ടി പറയിപ്പിക്കുന്ന പരിപാടിക്കാണ് നജശി എന്ന് പറയുക. ഇത് ആളെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണ്, കൊള്ള ലാഭം നേടാനുള്ള ഒരു പരിപാടിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ മുവത്തയിൽ 1374 നമ്പറായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് ഇമാം മാലിക്കിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ 2 പേരേ ഉള്ളൂ. ഒന്ന് ഇമാം മാലിക്കിന്റെ ഗുരു നാഫിയും, മറ്റൊന്ന് നാഫിന്റെ ഗുരു അബ്ദുല്ലാഹി ഇബ്നു ഉമറും. ആ 2 പേർ മാത്രമാണുള്ളത്. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ആര്? ഇമാം ഷാഫിഈ. അപ്പോൾ ഇമാം മാലിക് ഇമാം നാഫിയും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? 24 വർഷം ഇമാം മാലിക് ഇമാം നാഫിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. 24 കൊല്ലം, 24 വയസ്സുണ്ട് ഇമാം മാലിക്കിന്. ഇമാം നാഫി മരിക്കുമ്പോൾ ഇമാം മാലിക്കിന് 24 വയസ്സുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയൊന്നല്ല എന്നർത്ഥം. ഇമാം മാലിക് മരിക്കുമ്പോൾ ഇമാം ഷാഫിക്ക് 29 വയസ്സുണ്ട്. അപ്പോൾ ഇമാം ഷാഫിക്ക് 29 വയസ്സുണ്ട് ഇമാം മാലിക് മരിക്കുമ്പോൾ. ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാം ഷാഫിഈ മരിക്കുമ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് 40 വയസ്സുണ്ട് പ്രായം. എന്നുവെച്ചാൽ 1-2 കൊല്ലോ എവിടെയോ ജീവിച്ച്, എവിടെയോ ഒന്ന് കണ്ട്, ഏതോ 2 വർഷം ഏതോ കോളേജിൽ പഠിച്ചെന്നൊക്കെ നമ്മൾ പറയാം. അത്രയൊന്നല്ല, ഒരു നീണ്ട കാലം ഇവരോടൊപ്പം ഈ ഗുരുശിഷ്യന്മാർ സഹവസിച്ചിട്ടുണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല, ഉദാഹരണം കേൾക്കൂ നിങ്ങൾ. ഈ ഇമാം നാഫി പറയുകയാണ്, സാഫർതു മഅ ഇബ്നു ഉമർ ബിളഅൻ വസലാസീന ബൈന ഹജ്ജത്തിൻ വ ഉംറ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഏതാണ്ട് 40ഓളം യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്, ഹജ്ജിനും ഉംറക്കുമായിട്ട്. അപ്പോ യാത്ര ചെയ്ത എണ്ണായി പറയുന്നത്. അപ്പൊ 1 വർഷം തന്നെ 1-ലധികം ഉംറക്ക് പോയിട്ടുണ്ട്.
അപ്പൊ എത്ര പ്രാവശ്യം യാത്ര, മക്കയിൽ നിന്ന് മദീനയിലാണ് ഇമാം മാലിക് ഉള്ളത്. ഇമാം മാലിക് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരണം. അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലാണ് ഉണ്ടായിരുന്നത്. ഇമാം നാഫിയും മദീനയിലാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി ഹജ്ജ് ചെയ്യാനൊക്കെ മിനിമം 400 ചില്ലാനും കിലോമീറ്റർ ഉണ്ട്. ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സഹവസിച്ച ആളുകൾ, പരസ്പരം കണ്ട ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് ലഭിച്ച അറിവ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒരു നിവേദനം കണ്ടാൽ എങ്ങനെയാണത് ആധികാരികമാണോ എന്ന് അതിന് വെച്ച മാനദണ്ഡങ്ങളാണ് നമ്മളിനി പറയുന്നത്. ഒന്നാമതായിട്ട്, ഇതിപ്പോ നമുക്ക് പരിചയമുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിന്റെ ഗുരു ഇമാം ഷാഫിഈ, അദ്ദേഹത്തിന്റെ ഗുരു ഇമാം മാലിക്, അദ്ദേഹത്തിന്റെ ഗുരു പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, ഇമാം നാഫി, അദ്ദേഹത്തിന്റെ ഗുരു അബ്ദുല്ലാഹി ബിൻ ഉമർ, ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഗുരു മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുസ്നദ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 27,000-30,000 ഹദീസ് അതിന്റെ അകത്തുണ്ട് എന്നാണ്. കൃത്യമായ എണ്ണം എനിക്ക് ഓർമ്മയില്ല. 27,000 ഏതായാലും ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ എന്താണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളത് മുഴുവൻ സ്വീകാര്യമാണോ? അല്ല. അവിടെയാണ് ഖുർആനും ഹദീസും തമ്മിലുള്ള വ്യത്യാസം. ഖുർആനിലുള്ളത് മുഴുവൻ ഖുർആൻ തന്നെയാണ്. ഹദീസ് ഗ്രന്ഥങ്ങളായി ഇന്ന് അറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളതെല്ലാം അത് എല്ലാം തന്നെ സ്വീകാര്യയോഗ്യമായ ഹദീസുകൾ ആണ് എന്ന് മുസ്ലിം ലോകത്താർക്കും അഭിപ്രായമില്ല. ചില ഗ്രന്ഥങ്ങളിലൊക്കെ സ്വീകാര്യമല്ലാത്ത മർദൂദ് എന്നതിന് പറയാം. എല്ലാം മഖ്ബൂലല്ല എന്നർത്ഥം. ഒരു ഹദീസ് മഖ്ബൂൽ അഥവാ സ്വീകാര്യയോഗ്യമാകാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ആവശ്യമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമതായിട്ട് അതിന്റെ സനദ് മുത്തസിലായിരിക്കണം. ഇത്തിസാലു സനദ്. എന്താ ഈ സനദ് എന്ന് പറഞ്ഞാൽ? അത് വലിയ ഒരു സംഭവമാണ്. സനദ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം, അള്ളാഹുവിന്റെ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുന്നു, ഷെയ്ഖ് യൂസുഫുൽ ഖർദാവിയുടെ ശിഷ്യനാണ് ഞാൻ. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു വർഷത്തോളം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മർക്കസു ബുഹൂസി സീറ വസുന്ന എന്ന സ്ഥാപനത്തിൽ. അപ്പോൾ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ഇഹ്ഫദ്ഹു യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഏതായിരുന്നാലും, അപ്പോൾ ഷെയ്ഖ് യൂസുഫുൽ ഖർദാവി ഇമാം ഹസനുൽ ബന്നയെ കണ്ടിട്ടുണ്ട്. ഇമാം ഹസനുൽ ബന്നയുടെ സംസാരം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദുൽ ഖസാലിയെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അദ്ദേഹം സയ്യിദ് ഖുതുബിനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സയ്യിദ് ഖുതുബിന്റെ സഹോദരൻ ഉസ്താദ് മുഹമ്മദ് ഖുതുബ്, അദ്ദേഹവും എന്റെ വലിയ ഗുരുനാഥനാണ്. ഞങ്ങളെ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, സയ്യിദ് ഖുതുബ് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഷഹീദ് സയ്യിദ് ഖുതുബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. നിങ്ങളോട് പറയാം, ഇത് കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് പറയാം. ഞാൻ നിങ്ങളോട് പറയാണ്, സയ്യിദ് ഖുതുബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉസ്താദ് മുഹമ്മദ് ഖുതുബാണ്. സയ്യിദ് ഖുതുബിനെ തൂക്കി കൊല്ലാൻ വേണ്ടി വിധിച്ചപ്പോ പെങ്ങള് ചെന്നിട്ട് പറഞ്ഞു, താങ്കൾ ഒരു മാപ്പ് എഴുതി കൊടുത്താൽ വധശിക്ഷ ഒഴിവാക്കി തരാമെന്ന് പറയുന്നുണ്ട് എന്ന്. അതുകൊണ്ട് അങ്ങേക്കൊരു മാപ്പ് എഴുതി കൊടുത്താൽ രക്ഷപ്പെടാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉസ്താദ് മുഹമ്മദ് ഖുതുബ് ഞങ്ങളോട് പറയാണ്, ഇങ്ങനെ പെങ്ങള് ചെന്നിട്ട് ഇക്കാക്കാനോട് അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ചൂണ്ടുന്ന ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഒരു അക്രമിയുടെ അനീതി ചെയ്യുന്ന ഒരാളോട് സത്യം പറഞ്ഞതിന്റെ പേരിൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാപ്പ് ചോദിക്കാൻ
അങ്ങനെ ഒരു മാപ്പ് എഴുതുവാൻ ഈ വിരലിന് സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു, പ്രതികരിച്ചു എന്ന്. അപ്പോ ഇത് ഞങ്ങളോട് പറയുന്നത് ആരാണ്? ഉസ്താദ് മുഹമ്മദ് ഖുത്ബാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വിവരം പറയാണ്. ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങള് ഖത്തറിലെ സദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലിന്റെ ഒരു നമസ്കരിക്കാനുള്ള ഒരു പ്രയർ ഹാളുണ്ട്. ആ ഹാളിൽ ഉസ്താദ് മുഹമ്മദ് ഖുത്ബിനെ ഞങ്ങൾ ഒരിക്കൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ആ മുഹാദറയിൽ, ആ ക്ലാസിൽ അദ്ദേഹം സയ്യിദ് ഖുത്ബ് റഹിമഹുല്ലയുടെ ജീവചരിത്രം, അദ്ദേഹം തൂക്കുമരത്തിലേറുന്നത് വരെ, ഏറ്റപ്പെടുന്നത് വരെ, ഷഹീദാകുന്നത് വരെയുള്ള അത്രയും ആ നീണ്ട ചരിത്രമൊക്കെ വിശദീകരിച്ചതിന് ശേഷം അതിന്റെ അവസാനം ഞങ്ങളോട് പറഞ്ഞതാണ് ഈ വിവരം. അപ്പൊ വയനാട്ടിലുള്ള ഇല്യാസ് മൗലവി സയ്യിദ് ഖുത്ബ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. എന്താ നമുക്ക് വിശ്വസിക്കാനുള്ള സോഴ്സ്? ഇപ്പൊ വയനാട്ടിലുള്ള എന്റെ ശിഷ്യന്മാര് അല്ലെങ്കിൽ ശാന്തപുരത്തുള്ള എന്റെ വിദ്യാർത്ഥികള് പറയാണ്, ഇല്യാസ് ഉസ്താദ് എങ്ങനെയാണ് അവർ സയ്യിദ് ഖുത്ബ് പറഞ്ഞു എന്നിങ്ങനെ പറയാ? ഇല്യാസ് ഉസ്താദ് ഇപ്പൊ ഈ കൊല്ലം വന്ന് ചേർന്ന ഒരു കുട്ടിയാന്ന് വിചാരിച്ചോ ഞാൻ ഇതേപോലെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത്. അപ്പൊ അവൻ അന്വേഷിച്ചു, ഇല്യാസ് ഉസ്താദ് എങ്ങനെ സയ്യിദ് ഖുത്ബിനെ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അദ്ദേഹം സയ്യിദ് ഖുത്ബ് പറഞ്ഞു എന്ന് പറയുന്നത്? അപ്പൊ അവര് സീനിയർ വിദ്യാർത്ഥികളോട് ചോദിച്ചു. അപ്പൊ അവിടെ 6ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ശാന്തപുരത്ത്. ആ വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, എന്ത്, ഇല്യാസ് ഉസ്താദ് ഖത്തറില് 10 വർഷത്തോളം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറെ അറബി ഗുരുനാഥന്മാരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരിൽപ്പെട്ട ഒരാൾ സയ്യിദ് ഖുത്ബിന്റെ അനുജൻ മുഹമ്മദ് ഖുത്ബാണ്. അപ്പൊ അദ്ദേഹം നേരിട്ട് കേൾക്കാതെ എങ്ങനെ പറയില്ല, അദ്ദേഹം കേട്ടത് തന്നെയാണ് ആ പറയുന്നത്. 10 വർഷമാണ് അവിടെ പഠിച്ചത്. അപ്പോ അദ്ദേഹം ആ കേട്ടത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിക്ക് വിശ്വാസമായി. അപ്പോൾ ഇവിടെ അങ്ങനെ എന്റെ സീനിയർ വിദ്യാർത്ഥികൾക്ക് പറയാൻ സാധിച്ചത് എന്നെ പറ്റി ഞാൻ എവിടെയാ പഠിച്ചതെന്നൊക്കെ അവർക്ക് അറിയുന്നത് കൊണ്ടാണ്. അത് അവർക്ക് അറിയാൻ സാധിച്ചത് അവർക്കത് കേൾക്കാനും മനസ്സിലാക്കാനും അന്വേഷിക്കാനൊക്കെ അവസരമുള്ളത് കൊണ്ടാണ്. അതൊക്കെ രേഖപ്പെടുത്തി വെക്കപ്പെട്ട ചരിത്രം പോലെ മുൻഗാമികളെ, ഉദാഹരണം ഇമാം മാലിക്കിന്റെ ജീവചരിത്രം, ഇമാം നാഫിന്റെ ജീവചരിത്രം ആണല്ലോ. ഇമാം നാഫി പറഞ്ഞിട്ടില്ലേ, ഞാൻ 30ഓളം ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ട് ഇബ്നു ഉമറിന്റെ കൂടെ. അപ്പോൾ ആരുടെയൊക്കെ ചരിത്രമുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഒരു ഹദീസാണ് നമ്മൾ പഠിക്കുന്നത്. അത് പഠിക്കുന്നതിനോടൊപ്പം ആ നബിയുമായി ബന്ധപ്പെട്ട് ഇമാം മാലിക് ഉദ്ധരിച്ച ആ ഹദീസ്, നജസ് കച്ചവടം പാടില്ല എന്ന് പറഞ്ഞ ആ ഹദീസ് നമുക്ക് കിട്ടി. ആ ഹദീസിനെ സംബന്ധിച്ച് അത് നബി പറഞ്ഞു തന്നെയാണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഇത് പറഞ്ഞതാരാണ്? നമ്മളോട് പറഞ്ഞത് ഇമാം മാലിക്കാണ്. ആ ഇമാം മാലിക്കിനെ പറ്റി പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവാണ് ഇമാം നാഫി. ഇമാം നാഫി ആരാണ്? ഇമാം നാഫി ഇമാം അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനാണ്. ഇവരെല്ലാം പരസ്പരം കാണുകയും വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തവരാണ്, കണ്ടുമുട്ടിയവരാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെയൊക്കെ നിവേദക പരമ്പര പരസ്പരം കണ്ണി ചേർന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ദീർഘകാലം ഒരുമിച്ച് ജീവിച്ച ആളാണ് ഇബ്നു ഉമർ. ഇബ്നു ഉമറുമാനോടൊപ്പം ഒരുമിച്ച് ജീവിച്ച ആളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ നാഫി. നാഫിയോടൊപ്പം ധാരാളമായി വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഒരുമിച്ച് ജീവിച്ച ആളാണ് ഇമാം മാലിക്. ഇമാം മാലിക്കിനോടൊപ്പം പതിറ്റാണ്ടുകളോളം ജീവിച്ച ആളാണ് ഇമാം ഷാഫി. പതിറ്റാണ്ടുകളോളം ഇമാം അഹ്മദും ഒരുമിച്ച് ഇമാം മാലിക്കിനോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിയോടൊപ്പം ഇമാം അഹ്മദ് ബിൻ ഹംബൽ പതിറ്റാണ്ടുകൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പരസ്പരം കണ്ടവരാണ്. ഗുരുശിഷ്യന്മാരെ പരസ്പരം കണ്ടവരും അനുഭവിച്ചവരും കേട്ടവരും സംസാരിച്ചവരും സഹവസിച്ചവരുമാണ് എന്നുറപ്പായി. അതിനാണ് ഇത്തിസാലു സനദ് എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന അവിടെ പൂർത്തി. എന്നാ ഹദീസ് സ്വീകാര്യാവോ? എന്നാ ഹദീസ് സ്വീകാര്യാവൂല. അപ്പോഴാണ് വേറെ ഉദാഹരണം ഞാൻ നേരത്തെ ഉദാഹരണം തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു സയ്യിദ് ഖുത്ബ് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം മാപ്പ് യാചിക്കാൻ തയ്യാറായില്ല. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, വിദ്യാർത്ഥി പറഞ്ഞു, മൗലവി പ്രസംഗത്തിൽ അങ്ങനെ വലതും തട്ടിവിടും, അത് മൗലവി ഒരു ബടായി തട്ടിയത്, അല്ലാതെ സയ്യിദ് ഖുത്ബിന് അങ്ങനെ പറയാനൊന്നും അവിടെ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സംശയം വന്നല്ലോ.
അപ്പോൾ ഞാൻ ഉസ്താദ് മുഹമ്മദ് ഖുത്തുബിന്റെ ശിഷ്യനാണ്, അക്കാര്യത്തിലേക്ക് സംശയമില്ല, അവർ പഠിച്ചു നോക്കി. അദ്ദേഹം ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഉസ്താദ് മുഹമ്മദ് ഖുത്തുബ് ഖത്തർ യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്നു. പരസ്പരം കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പരസ്പരം കേട്ടു, അതൊക്കെ പഠിച്ചു, അതൊക്കെ ഉറപ്പായി. അപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലായി ഇല്യാസ് മൗലവിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പം പറയുമ്പോ ഒക്കെ ആള് മാറിപ്പോകും. അപ്പൊ ഇത് ചിലപ്പോൾ ഇമാം ഹസനുൽ ബന്നയെ പറ്റി പറഞ്ഞതായിരിക്കും, അദ്ദേഹമായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക, ഇത് സയ്യിദ് ഖുത്തുബാണ് എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം പ്രസംഗത്തിലൊക്കെ എപ്പോഴും മാറ്റം, ആള് മാറിപ്പോവും, ഓർമ്മശക്തി തീരല്ല എന്നൊക്കെയാണെങ്കിലോ അള്ളാഹു അനുഗ്രഹിച്ചിട്ട് ഓർമ്മശക്തി അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോ നിന്റെ ക്ലാസ് കേട്ടിട്ട് ആരും അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു സംശയമൊന്നും തോന്നണ്ട. അൽഹംദുലില്ലാ, നസ്അലുല്ലാഹ ഖുവ്വത ദാക്കിറ മിൻ അജ്ലിൽ ഇസ്ലാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഓർമ്മശക്തി പ്രദാനം ചെയ്യട്ടെ. ഏതായിരുന്നാലും ഈ നിവേദകന്മാരിൽ ആരെങ്കിലും ഒരാൾ ഓർമ്മ പെശകുണ്ടെങ്കിൽ, ഓർമ്മശക്തി കുറവുണ്ടെങ്കിൽ ആ ഹദീസ് സഹീഹ് എന്ന പരിഗണനയിൽ നിന്ന് പോയി. നോക്കണം നിങ്ങൾ, ആള് ചിലപ്പോൾ നല്ല വിശ്വസ്തനായിരിക്കും, ആള് നല്ല സത്യസന്ധനായിരിക്കും, ഒരു കുഴപ്പവും ഇല്ലാത്ത ആളായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് ഓർമ്മശക്തി കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഹദീസ് സഹീഹ് എന്ന് പറഞ്ഞ് സ്വീകരിക്കൂല. ചരിത്രത്തിന് അങ്ങനെ ആരെങ്കിലും പഠിക്കലുണ്ടോ? നമ്മൾ പ്ലാറ്റോന്റെ അരിസ്റ്റോട്ടിന്റെ ഒക്കെ ചരിത്രം, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രേഖപ്പെടുത്തിയ ചരിത്രകാരനെ പറ്റിയിട്ട് അയാൾക്ക് ഇങ്ങനെ അയാളുടെ ജീവിതകാലം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ഹദീസുകൾ ദഈഫാന്ന് എങ്ങനെ അറിയുങ്ങൾ? ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് മരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാന കാലത്താണ്. ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഓർമ്മശക്തി തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കാലത്ത് അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളാണ് എന്ന് തെളിഞ്ഞാൽ അത് ദഈഫാണ്, സ്വീകാര്യമല്ല. എത്രത്തോളം, എത്ര അതിശയകരമാണ്, എത്ര വിസ്മയകരമാണ്, എത്ര ആധികാരികമാണ് ഇസ്ലാമിക സമൂഹം ഒരു ഹദീസ് സ്വീകരിക്കുവാൻ അവർ വെച്ച നിബന്ധനകൾ എത്രമാത്രം ഗൗരവമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനാണ് ലബുത്തുറുവാത്ത് എന്ന് പറയാ. ഈ ഓരോ നിവേദകരും നല്ല ഓർമ്മശക്തിയുള്ളവരായിരിക്കണം. ചില ആളുകൾ ഓർമ്മശക്തിയിൽ പ്രശ്നമുള്ളത് കൊണ്ട് എഴുതി വെക്കും, അന്നങ്ങനെയാണ്. അതായത് രേഖപ്പെടുത്തി വെക്കുക എന്ന ഓർമ്മശക്തി കുറവുള്ളതിന്റെ തെളിവാന്ന. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ രേഖ ഉണ്ടാവും, എഴുതി വെച്ചതുണ്ടാവും. ആ എഴുതി വെച്ചത് കിതാബത്ത്, അത് സഹാബിമാരുടെ കൂട്ടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്ത് മാ കാന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്സറ ഹദീസൻ മിന്നി. എന്നേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ പഠിക്കുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ഹൃദിസ്ഥമാക്കുകയും ചെയ്ത ഒരാളും തന്നെ ഉണ്ടായിരുന്നില്ല. ഇല്ലാ മാ കാന മിൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഒഴികെ. ഫഇന്നഹു കാന യക്തുബു വലാ അക്തുബ്. അദ്ദേഹം നബിയിൽ നിന്ന് കേൾക്കുന്നൊക്കെ എഴുതി വെക്കാറുണ്ടായിരുന്നു, ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു, ഞാനൊക്കെ കാണാതാണ് പഠിക്കലായിരുന്നു. അന്നത്തെ സഹാബിമാരുടെയും ആ കാലത്ത് ജീവിച്ചിരുന്ന ജാഹിലിയ കാലം മുതലേ ഉള്ള ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ഓർമ്മശക്തിയെ പറ്റി പറയുകയാണെങ്കിൽ അത് വേറെ വിഷയമാണ്. അത് നമുക്ക് ഇപ്പൊ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ലബുത്തുറുവാത്ത്, നിവേദകന്മാരുടെ ആ കണിശത അത് സ്ഥിരപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നിബന്ധനയാണ് അദാലത്തുറുവാത്ത്, നല്ല കൃത്യതയുള്ള ആളാണ്, കണിശതയുള്ള ആളാണ്, കേട്ടതൊക്കെ അങ്ങനെ തന്നെ കാണാതെ പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് വിട്ടുപോകാതെ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ആളാണ്. ഇതൊക്കെ റെഡിയായി, ഈ രണ്ട് നിബന്ധനയും പൂർത്തിയായി. പക്ഷെ അദാലത്തില്ല. അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ജീവിത വിശുദ്ധിയുള്ള ആളായിരിക്കണം, മാന്യത കാത്തു സൂക്ഷിച്ച ആളായിരിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മാനേഴ്സ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയല്ലോ, മുറൂഅത്ത് എന്നതിന് പറയാം. എന്ന് വെച്ചാൽ റോട്ടിലൂടെ അയാൾ ഇങ്ങനെ പഴം തൊലിച്ച് തിന്നുകൊണ്ട് കിടക്കും, കടലയും കുറിച്ചുകൊണ്ട് കിടക്കും. അതൊന്നും ഒരു അഭിമാനമുള്ള ഒരന്തസ്സുള്ള മുതിർന്ന ആൾക്ക് ചേർന്നല്ലോ. കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ, പക്ഷേ മുതിർന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഒരു ജില്ലാ കലക്ടർ അയാൾ ഇങ്ങനെ റോട്ടിലൂടെ കടലയും കുറിച്ച് നടക്കുക,
അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ഒരു സ്പോർട്സ് ഡ്രസ് ഇട്ടിട്ട് നടക്കുക, അതൊന്നും ഒരു ഇതാണ്. അതേസമയം ഓടാനും കളിക്കാനൊക്കെ ഉള്ളിടത്തിലൊക്കെ അതല്ലല്ലോ നമ്മുടെ വിഷയം. അല്ലെങ്കിൽ ഒരു സദസ്സിൽ എല്ലാവരും വരുമ്പോ ഇയാളുണ്ട് ഒരു കോലല്ലാത്ത ഒരു കള്ളിത്തുണി കൊടുത്തിട്ട് വരുന്നു എന്ന് വെച്ചാൽ മാനേഴ്സ് ഇല്ലാത്ത. അപ്പൊ അദാലത്ത് എന്ന് പറഞ്ഞ രണ്ടർത്ഥാണ്. തെറ്റ് ചെയ്യണമെന്നില്ല. അദാലത്ത് എന്ന് പറഞ്ഞാൽ അൽ ഫിസ്ഖു അസ്സലാമത്തു മിനൽ ഫിസ്ഖി വ ഖവാരിമിൽ മുറുഅ. ഒന്ന് അധർമ്മം ചെയ്യുന്ന ആളായിരിക്കാൻ പാടില്ല, വൃത്തികേടുകളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്ന ആളാൻ പാടില്ല. കള്ളുടിക്കുന്ന ആള്, കളവ് പറയുന്ന ആള്, വഞ്ചിക്കുന്ന ആള്, കാശ് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ വട്ടം കറക്കുന്ന ആളുകൾ, കറക്ക് കമ്പനിയിൽപ്പെട്ട ആള് തരികടയാണ്. അങ്ങനെയൊന്നും ആണെങ്കിൽ പറ്റൂല. ഈ നിവേദകന്മാരുടെ ജീവചരിത്രമൊക്കെ ഇതൊക്കെ പരിഹസിക്കാൻ എന്താ മാർഗം? അതുണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് നിവേദകന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ ഇന്നും നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ കിട്ടും. നിങ്ങൾ വിക്കിപീഡിയ ഗൂഗിളിൽ അടിച്ചു നോക്കൂ. ഞാനിപ്പോൾ ഈ പേര് പറഞ്ഞ നാഫിയ മൗല ഇബ്നു ഉമർ അടിച്ചു നോക്കൂ. എത്ര ഫയലുകളാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. അത് ഗൂഗിളിൽ ആരോ കയറ്റാൻ തരാൻ പറ്റും. ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളായിട്ട് ഷെൽഫുകളിൽ ലൈബ്രറികളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 10,000-കണക്കിന് നിവേദകന്മാരുടെ 5 ലക്ഷത്തോളമുണ്ട് എന്നാണ് മൗലാന സയ്യിദ് സുലൈമാൻ നദ്വി രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം മരിച്ചിട്ടിപ്പോ പതിറ്റാണ്ടുകളായി. അപ്പോ എത്ര കൊല്ലം ഇപ്പൊ എത്ര ഉണ്ട് എന്ന് നോക്കണം. പല ചരിത്ര ഗ്രന്ഥങ്ങളുടെയും ഇടയിൽ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് പറയും. അപ്പോൾ ഇതാണ് മറ്റൊരു നിബന്ധന. ഇതെല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുക. ഇതൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുക. അവസാനം ഉണ്ടെന്ന്. അതിനാണ് പറയാ അൽ ഖുലൂ മിനശ് ശുദൂദി വൽ ഇലൽ. ഈ ഹദീസുകൾ നല്ല വിശ്വസ്തരാണ്. പരസ്പരം കണ്ണിമുറിയാതെ, നിവേദക പരമ്പര കണ്ണിമുറിയാതെ നല്ല കണിശതയുള്ള ആളാണ്. ഒക്കെ റെഡിയാണ്. പക്ഷെ ഈ ഹദീസിന് യഥാർത്ഥത്തിൽ തന്നെ ചില തകരാറുകൾ അല്ലാതെയുണ്ടല്ലോ. അങ്ങനെയുള്ളതിനാണ് ഇലലിൽ മുഅസ്സിറ എന്ന് പറയുക. ഒറ്റൊരു ഉദാഹരണം മാത്രം പറയും, വിശദമായിട്ട് പറയാൻ സമയമല്ല. ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ് എടുത്തു. ഉദാഹരണമായിട്ട് ഞാനിങ്ങനെ ശാന്തപുരം അൽജാമിയയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളിൽ ഒരുത്തൻ പറഞ്ഞു, സർ നാളെ ക്ലാസ് ഇല്ല എന്ന് മുദീർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. എപ്പോഴാ പറഞ്ഞത്? മുദീർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവൻ അങ്ങനെ പറഞ്ഞു. ഇവൻ വിശ്വസ്തൻ തന്നെയാണ്. ഇവൻ വിശ്വസ്തനാണ്. അവൻ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ജാഥ വരുത്താനുള്ള വിദ്യാർത്ഥിയാണ്. അവൻ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ നാളെ ക്ലാസ് ഇല്ല ഉസ്താദ് എന്ന് എന്നോട് പറയുമ്പോ അവൻ എന്താണെന്ന് ഞാൻ പരിശോധിക്കണമല്ലോ. കാരണം നാളെ ക്ലാസ് ഇല്ല. സാധാരണ വർക്കിംഗ് ഡേയ്സിൽ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാല് ആർക്കും അറിയില്ല. അധ്യാപകർക്ക് ആർക്കും അറിയില്ല, കുട്ടികൾക്ക് ആർക്കും കേട്ടിട്ടില്ല. ഇവന് മാത്രമേ ഈ വിവരം എങ്ങനെ കിട്ടി? അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതാണ് മുഖാലഫത്തു റുവാത്ത് ലിമൻ ഹുവ ഔസഖ് മിൻ. മുഖാലഫത്തു റാവി ലിമൻ ഹുവ ഔ ലിമാ ഹുവ ഔസഖ് മിൻ. തന്നേക്കാൾ വിശ്വസ്തരായ ആളുകളുടെ റിപ്പോർട്ടിനോടൊക്കെ ഈ പറഞ്ഞത് എതിരാവുക. അപ്പൊ ഇത് പഠിച്ചു നോക്കുമ്പോ എന്താ, നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് മുദീർ ഇങ്ങനെ ആരോടോ സംസാരിച്ച് ദേഷ്യം പിടിക്കണ, നാളെ ക്ലാസ് ഇല്ല ആരാടാ എന്നോട് പറഞ്ഞത്? അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല അവന്. നാളെ ക്ലാസ്സില്ല 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു കേട്ടു. ആരാടാ നിന്നോട് ഇമാതിരി കളവ് പറഞ്ഞു എന്ന് മുദീർ അതിന്റെ ശേഷം പറയുന്നുണ്ട്. അതും കേട്ടിട്ടില്ല. അവനിങ്ങനെ മുദീറിന്റെ സംസാരത്തിന്റെ ഇടയിൽ കേട്ടിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ പോയതാണ്. അപ്പൊ വേറെ ആരോടോ ചൂടാകുന്നതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ട്, വളരെ അതിസൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാകുന്ന ചില ന്യൂനതകൾ, അതടക്കം ഇങ്ങനെയൊക്കെ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കണിശമായി പരിശോധിച്ച് കള്ളനോട്ടും വ്യാജ നോട്ടും ഒറിജിനൽ നോട്ടും പരിശോധിക്കുന്നത് പോലെ എല്ലാം അരിപ്പയിലിട്ട് വേർതിരിച്ച് ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ്
ഒരു ഹദീസ് സഹീഹാണ് എന്ന് വിധിക്കുന്നത്. ഫൽ ഹദീസു സഹീഹു ഇദൻ, സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹുവ മാ തവഫറ ഫീഹി അർബഅത്തു ശുറൂത്ത് ഔ ഖംസത്തു ശുറൂത്ത്, 5 നിബന്ധനകൾ ഒത്തുചേർന്ന സമ്മേളിച്ച ഹദീസുകൾക്കാണ് സ്വീകാര്യയോഗ്യമായ ഹദീസ്, സഹീഹായ ഹദീസ് എന്ന് പറയുക. ഒന്ന് ഇത്തിസാലു സനദ്, നിവേദക പരമ്പരയിലെ ഓരോ റിപ്പോർട്ടർമാരും നിവേദകന്മാരും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രപരമായി തെളിയണം. 2 അദാലത്തുർവാത്ത്, ഈ നിവേദകന്മാരൊക്കെ ജീവിത വിശുദ്ധി കൊണ്ട് മാതൃകാ പുരുഷന്മാരായിരിക്കണം. അധർമ്മികളോ മാനസില്ലാത്തവരോ സാമാന്യ സംസ്കാരത്തിന് ചേരാത്ത പെരുമാറ്റങ്ങളുള്ളവരോ ആകാൻ പാടില്ല. 3 ലബുത്തുറുവാത്ത്, അവർ കേൾക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ഗ്രഹിക്കുന്നവരും ഹൃദിസ്ഥമാക്കുന്നവരോ അല്ലെങ്കിൽ അതെല്ലാം കുറിച്ചു വെക്കുന്നവരോ രേഖപ്പെടുത്തുന്നവരോ ആയിരിക്കേണ്ടതുണ്ട്. 4 അൽ ഖുലൂഉ മിനശ് ശുദൂദി വൽ ഇല്ല, ശാദ്ദാകാൻ പാടില്ല. എന്നുവെച്ചാൽ കൂടുതൽ വിശ്വസനീയമായ സോഴ്സുകൾക്ക് റിപ്പോർട്ടുകൾക്ക് എതിരാകാൻ പാടില്ല. 5 അൽ ഖുലൂഉ മിനൽ ഇല്ല, അൽ ഇലൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞതിന് എതിരാകുക. ഒരു ഉദാഹരണമാണ്, ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ, ഉദാഹരണമായിട്ട് 2 കൂട്ടണം 2 സമം 5 എന്ന് അങ്ങനെ ഹദീസൊന്നുമില്ല. അഥവാ അങ്ങനെ ഉണ്ടായാലോ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ഒരു നിബന്ധന വെച്ചത്. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. എല്ലാ അർത്ഥത്തിലും പണ്ഡിതന്മാർ നിരൂപണ വിധേയമാക്കിയ ചില ഹദീസുകൾ അങ്ങനെ ഈ കാരണം കൊണ്ട് സഹീഹല്ല എന്ന് വിധിച്ച ഹദീസുകളുണ്ട്. ഇതൊക്കെ വലിയ ഒരു ചർച്ചയാണ്. പൊതുവെ ഒരു ഹദീസ് സഹീഹാണ്, അത് നബിയിലേക്ക് ചേർത്തുകൊണ്ട് പറയാം എന്ന് വിധിക്കാൻ തീരുമാനിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ സംക്ഷിപ്തമായി ഞാൻ പറഞ്ഞതാണ്. ഒരു ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നബി പറഞ്ഞതല്ല എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതല്ല എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നതല്ല എന്നൊന്നും അതിന് അർത്ഥമില്ല. സംശയമുണ്ട് എന്നാണ്. ആയിരിക്കാം, സഹീഹായിരിക്കാം, പക്ഷേ അത് റിപ്പോർട്ട് ചെയ്ത വ്യക്തി ഇപ്പറഞ്ഞ ഏതെങ്കിലും ഒരു തകരാറ്, ഈ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ഒത്തുചേരാതിരിക്കുന്നതോടുകൂടി അത് സഹീഹിന്റെ മർത്തബയിൽ നിന്നിങ്ങോട്ട് താഴും. അപ്പൊ ഇതാണ് ഹദീസിന്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് ഒരു മുഖവുര മാത്രമായി നിങ്ങൾക്ക് തോന്നിയേക്കാം സംക്ഷിപ്തമായി പറഞ്ഞത്. എത്രത്തോളം മഹത്തരമാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ, എത്രത്തോളം ആധികാരികമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, എത്രത്തോളം വിശ്വാസയോഗ്യമാണ്, സത്യസന്ധമായ സോഴ്സുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ് ഇസ്ലാമിന്റെ പ്രമാണമായ ഹദീസ് അഥവാ സുന്നത്ത് എന്നൊക്കെ ഈ ഭാഷണം കേട്ടവർക്ക് ഒരു ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി